മക്ക മദീന അവിടെ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന അതിൻ്റെ മിനിയേച്ചർ പ്രോഗ്രാമുകളാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അതിനായി ഞങ്ങൾ സെലക്ട് ചെയ്ത വാതിൽ ബാബ് ജിബിരിൽ എന്ന പേരിലുള്ള വാതിലാണ്. റൗള ഷെരീഫിലെ മസ്ജിദ് നബവിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാതിലുകളിൽ ഒന്നാണ് ബാബ് ജിബിരിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലായിരിക്കെ നബി തങ്ങൾക്ക് വഹിയുമായി ജിബിരിൽ അലൈഹിസ്സലാം കടന്നു വന്ന വാതിലായതുകൊണ്ടാണ് ബാബ് ജിബിരിൽ എന്നതിന് പേരുള്ളത്. അകത്തേക്ക് കടക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു പ്രൊജക്റ്റിന് ഇട്ട പേരെന്നുള്ളത് ദർബുൻ നൂർ എന്നുള്ള പേരാണ്. അപ്പം ദർബുൻ നൂർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പാത്ത് ഓഫ് ലൈറ്റ് എന്നുള്ള അർത്ഥത്തിലാണ് ഈ ഒരു പേര് ഞങ്ങൾ ഇട്ടത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഹറമിലേക്ക് വരാം. ആദ്യമായിട്ട് നമുക്കറിയുന്ന പോലെ മുമ്പ് കാലങ്ങളിൽ ലോകത്തിലെ ഏറ്റവും വലിയ പള്ളിയായിരുന്നെങ്കിലും ഈ ഒരു ഭാഗം വരെയൊക്കെ ആയിരുന്നു ഹറമിൻ്റെ വലുപ്പം ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് കാലങ്ങൾ കൂടുന്തോറും പണികൾ കഴിയാത്ത ഒരു തരത്തിലേക്കാണ് മസ്ജിദുൽ ഹറമും അതുപോലെ മസ്ജിദുൽ നബവിയിലെ കാര്യങ്ങളുടെയൊക്കെ പണികളും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2030 വർഷത്തേക്ക് വരെയുള്ള പ്ലാനിങ് കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു മിനിയേച്ചർ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിലവിൽ ഈ ഒരു ഭാഗം വരെയാണ് പണികൾ തീർന്നതെങ്കിലും 2030 നവീകരണ പദ്ധതി പ്രകാരം ഇതുവരെയാണ് അവരുടെ പ്ലാനിങ്ങിലും കാര്യങ്ങളിലും ഉള്ളത്. അതുപോലെ 2050 പ്ലാനിങ് പ്രകാരം ഈ ഒരു റൗണ്ട് ഷേപ്പിൽ മൊത്തം പള്ളിയുടെ ചുറ്റുഭാഗവും പള്ളി മൊത്തം ഒരു റൗണ്ട് ഷേപ്പിൽ കവർ ചെയ്യുന്ന തരത്തിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുതിയ വരാൻ പോകുന്ന ബാബാണ് ബാബു ഫഹദ് എന്ന പേരിലുള്ള ആ ഒരു ബാബ്. പിന്നെ നമ്മൾ മത്താഫ് അതുപോലെ തന്നെ ഈ 2 റെഡ് കുബ്ബകൾ അടയാളപ്പെടുത്തിയതാണ് സൊഫ മർവ 2 കുന്നുകൾ. അതിൻ്റെ ഇടയിലൂടെയുള്ള നടത്തത്തിന് സഴി നടക്കുന്ന സ്ഥലത്തെ മസ്അ എന്നും പറയപ്പെടുന്നു. അതിൽ നിന്ന് നാം പുറത്തിറങ്ങുന്ന സമയത്ത് നാം ആദ്യമായി കാണുന്നത് മക്തബത്ത് മക്കത്തിൽ മുക്കറമ എന്ന് പറയുന്ന ഈ വീടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം ഈ വീട്ടിൽ വെച്ചായിരുന്നു, ഈ സ്ഥലത്ത് വെച്ചായിരുന്നു. ഇവിടെ പിൽക്കാലത്ത് പള്ളി ഉണ്ടാവുകയും നിലവിൽ അവിടെ മക്തബത്ത് മക്കത്തിൽ മുക്കറമ എന്ന പേരിലുള്ള ഒരു ലൈബ്രറിയാണ് ഇപ്പോൾ നിലവിൽ കാണപ്പെടുന്നത്. അതിനപ്പുറത്തുള്ളത് ജബൽ അബി ഖുബൈസ് എന്ന് പറയുന്ന പർവ്വതമാണ്. നിരവധി ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ പർവ്വതമാണ് ജബൽ അബി ഖുബൈസ്. ലോകത്ത് ആദ്യമായി സ്ഥാപിച്ച മലയാണ് ജബൽ അബി ഖുബൈസ് എന്ന് പറയപ്പെടുന്നുണ്ട്. അതോടുകൂടെ നൂഹ് നബിയുടെ കാലത്തുണ്ടായ പ്രളയത്തിൽ ഹജറുൽ അസ്വദിനെ അതിന് മുകളിലാണ് ഒളിപ്പിച്ച് വെച്ചിരുന്നതെന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. പിന്നെ ആ വഴിയിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് മസ്ജിദുൽ ജിന്ന് എന്ന് പറയപ്പെടുന്ന പള്ളിയാണ്. ജിന്നുകൾ നിർമ്മിച്ച പള്ളി എന്നതുകൊണ്ടാണ് ഇതിനിങ്ങനെ പേര് വെക്കാനുള്ള കാരണം. ആ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ജന്നത്തുൽ മുഅല്ല നമുക്ക് കാണാൻ കഴിയും. ജന്നത്തുൽ മുഅല്ലയിൽ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് മഹദിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയ പത്നി ഖദീജ ബീവിയുടെ മക്ബറയാണ്. അതോടൊപ്പം നബി തങ്ങളുടെ ഭാര്യമാരുടെയും മക്കളുടെയും എല്ലാം പ്രധാനപ്പെട്ട മക്ബറകളും ജന്നത്തുൽ മുഅല്ലയിൽ നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് പ്രസിദ്ധമായിട്ടുള്ള ജബൽ നൂറ് കാര്യങ്ങളൊക്കെ വരുന്നത്. ജബൽ നൂറിൽ നമുക്ക് പ്രസിദ്ധമാണ്. അതിൽ ഹിറാ ഗുഹ കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ലോകത്ത് എല്ലാവർക്കും ഈ ഒരു മലയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള കാരണം ഈ ഹിറാ ഗുഹ കാര്യങ്ങൾ വരുന്നത് മക്കയോട് അഭിമുഖീകരിച്ചിട്ടുള്ള ഒരു രൂപത്തിലാണ് ഹിറാ ഗുഹ കാര്യങ്ങളൊക്കെ അവിടെ വരുന്നത്. അവിടുന്ന് വന്ന് ഒരു ബദറിൻ്റെ ഇടയിലുള്ള ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് അബവാ എന്നുള്ള ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മയായ ആമിന ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത്. പിന്നെ ഈ ഒരു മാർക്ക് ചെയ്ത ഈ ഒരു ഏരിയയാണ് ബദർ നടന്ന സ്ഥലം, ഗസ്വത്തു ബദർ എന്ന ഈ ഒരു സ്ഥലമുള്ളത്. അവിടെയാണ് മസ്ജിദു അരീഷ് എന്ന പേരിൽ ഈ ബദർ ശുഹദാക്കളുടെ പേരിലുള്ള ഒരു പള്ളി സ്ഥാപിച്ചിട്ടുള്ളത്. ഈ വരുന്ന വഴിയിൽ നമുക്ക് കാണാൻ കഴിയുന്ന 2 മലകളാണ് റീമു പർവ്വതവും അതുപോലെ തന്നെ ലിഖഫ് പർവ്വതവും. ഇതിവിടെ സ്ഥാപിക്കാനുണ്ടായ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റയുടെ വഴിയായിരുന്നു വാദി ലിഖഫും വാദി റീമും. ഈ 2 താഴ്വരയിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോയിരുന്നത്. അതുകൊണ്ടാണ് ഈ പ്രൊജക്റ്റിൽ ഞങ്ങളത് ഉൾപ്പെടുത്താനുള്ള കാരണം. നാം നേരത്തെ പറഞ്ഞ മസ്ജിദുൽ അരീഷിന് പിറകുവശത്തായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു മലയാണ് ജബൽ മലായിക്ക എന്ന് പറയുന്ന പർവ്വതം. ഇത് ബദറിലേക്ക് ഇറങ്ങി വന്ന മലക്കുകൾ ഈ മലക്കു മുകളിലാണ് ഇറങ്ങിയതെന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. വരുന്ന വഴിയിലാണ് നമുക്ക് ജബൽ ഈർ എന്ന് പറയുന്ന പർവ്വതം കാണാൻ കഴിയുന്നത്. ജബൽ ഈറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മദീനയുടെ ഭാഗത്ത് നിന്ന് വെറും 7 കിലോമീറ്റർ മാത്രം ദൂരത്തുള്ള തെക്ക് ഭാഗത്തു നിന്നുള്ള അതിർത്തിയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു അതിർത്തിയാണ്, ഒരു ബൗണ്ടറിയാണ് ജബൽ ഈർ എന്നുള്ളത്. അതുപോലെ തന്നെ 955 മീറ്റർ മാത്രം ഉയരമുള്ള ഈ ഒരു പർവ്വതത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1336-37 കാലങ്ങളിൽ ഈ ഭാഗത്തായിട്ട്
സൈനിക താവളങ്ങൾ പോലത്തെ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റൊരു കേന്ദ്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട മസ്ജിദുൽ ഖുബ എന്ന് പറയപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ശനിയാഴ്ചകളിലും ഇവിടെ വന്ന് നിസ്കരിച്ചിരുന്നെന്നും ഇവിടെ വന്ന് 2 റക്അത്ത് നിസ്കരിക്കുന്നവർക്ക് പരിപൂർണമായ ഉംറയുടെ പ്രതിഫലമുണ്ടെന്ന് നബി തങ്ങൾ പഠിപ്പിച്ച പള്ളിയാണ് മസ്ജിദ് ഖുബ. അതിനോട് ചേർന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കിണറാണ് ബിർ ഗിർസ് എന്ന് പറയുന്ന കിണർ. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് ഈ കിണറ്റിലെ വെള്ളം കൊണ്ടാണെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മസ്ജിദുൻ നബവിയുടെ ചുറ്റുഭാഗത്ത് നാം വെച്ച ഈ 4 പള്ളികൾ 4 ഖുലഫാ റാഷിദീങ്ങളുടെ പേരിലുള്ള പള്ളികളാണ്. മസ്ജിദ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു, മസ്ജിദ് ഉമർ റളിയല്ലാഹു അൻഹു, മസ്ജിദ് അബൂബക്കർ റളിയല്ലാഹു അൻഹു, മസ്ജിദ് അലി റളിയല്ലാഹു അൻഹു. ഈ സെൻട്രലായിട്ട് കാണുന്ന പള്ളിയാണ് മസ്ജിദ് ഗമാമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഴയെ തേടിയിട്ടുള്ള നിസ്കാരവും അതുപോലെ തന്നെ പെരുന്നാൾ നിസ്കാരവും നിസ്കരിച്ച പള്ളി ആയതുകൊണ്ടാണ് മസ്ജിദ് ഗമാമ എന്ന് പേര് വന്നത്. മസ്ജിദുൻ നബവി നമുക്കെല്ലാവർക്കും പരിചിതമാണല്ലോ. മദീനത്തെ പള്ളി എന്ന് നാം പറയുന്ന അതിലെ പച്ചക്കുബ്ബയുടെ താഴെ ഭാഗത്തായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആയിഷ ബീവിയുടെ വീടുണ്ടായിരുന്നത്. അതോടൊപ്പം പച്ച മിനാരവും പച്ചക്കുബ്ബയോട് ചേർന്നിട്ടുള്ള ആ മിനാരവും ആ ഭാഗത്തായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെയും വീടുണ്ടായിരുന്നത്. പിന്നെ ഈ പള്ളിയാണ് നമ്മുടെ ഈ ഭാഗത്തുള്ള ഈ ഒരു പള്ളിയാണ് മസ്ജിദുൽ ഖിബിലത്തൈനി എന്നുള്ള ഈ ഒരു പള്ളി. ഈ പള്ളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജൂതന്മാരുടെ കളിയാക്കലുകളും മറ്റു കാരണങ്ങളും ഒക്കെ കാരണമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു തആലയോട് ദുആ ചെയ്യുകയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 4 റക്അത്ത് നിസ്കാരം നിസ്കരിക്കുന്ന സമയത്ത് അല്ലാഹു തആല 2 റക്അത്ത് നിസ്കരിച്ചതിന് ശേഷം വഹി എത്തിക്കുകയും അത് കാരണമായിട്ട് അക്സയിലേക്ക് നിസ്കരിച്ച ശേഷം 2 റക്അത്ത് മാറ്റി കഅബയിലേക്ക് തിരിഞ്ഞ് 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്തതായി ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഖിബിലത്തൈനി ഒരേ സമയം 2 ഖിബിലേക്ക് നിസ്കരിച്ചത് കാരണമായിട്ടാണ് മസ്ജിദുൽ ഖിബിലത്തൈനി എന്നുള്ള പേരിലേക്ക് മാറി വന്നത്. പിന്നെ നമ്മളിവിടെ സ്ഥാപിച്ചിട്ടുള്ളത് ജബൽ ഉഹദാണ്. 7 കിലോമീറ്ററോളം നീണ്ടു പരന്ന് കിടക്കുന്ന മദീനത്തുള്ള പർവ്വതമാണ് ജബൽ ഉഹദ്. അതിൻ്റെ താഴ്വരയിലായിട്ടാണ് ഉഹദ് യുദ്ധം നടക്കുന്നത്. ഉഹദ് യുദ്ധത്തിൽ ഷഹീദായ മഹാനായ സയ്യിദ് ശുഹദ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലുള്ള പള്ളിയാണ് ഈ കാണുന്നത്. അതിനോട് നേരെ മുൻവശത്തായിട്ടാണ് ഈ അടയാളപ്പെടുത്തിയതാണ് ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്ബറയുള്ളത്. ആ അടയാളപ്പെടുത്തിയ റൗണ്ട് ഷേപ്പാണ് ഉഹദിൽ ഷഹീദായ മറ്റു ശുഹദാക്കളുടെയും ഖബറുള്ളത്. അതിൻ്റെ അപ്പുറത്ത് കാണുന്ന ചെറിയ കുന്നാണ് ജബലു റുമാത്ത് എന്ന പേരിലുള്ള 50ഓളം അമ്പെയ്ത്തുകാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉഹദ് വേളയിൽ മാറ്റി നിർത്തിയിരുന്നു എന്ന് പറയപ്പെടുന്ന മല. അവിടെ കാണുന്ന ചെറിയ മിനാരമുള്ള പള്ളിയാണ് മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലുള്ള പള്ളി. അതിനപ്പുറത്ത് കാണുന്ന അതാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട് നിലനിന്നിരുന്ന സ്ഥലം. ആ പള്ളിയുടെ അടിഭാഗം നിലവിൽ ഒരു ബിൽഡിംഗ് ആയിട്ടും അതിൻ്റെ 2ാമത്തെ ഫ്ലോറ് ഒരു പള്ളിയായിട്ടുമാണ് ഇപ്പോൾ നിലവിൽ കാണപ്പെടുന്നത്. പിന്നെ നാം ഇപ്പുറത്തെ വശത്ത് വരുമ്പോൾ നമുക്ക് കാണാൻ സ്ഥാപിച്ചിട്ടുള്ളത് മസ്ജിദുൽ ഹറാമിൻ്റെ പിറകു വശത്തായിട്ടാണ്. ഇവിടെ അറഫയാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അറഫയിലെ ജബലു റഹ്മയും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജത്തുൽ വദാഇൻ്റെ പ്രഭാഷണം നടത്തിയപ്പോൾ കയറി നിന്ന കല്ലുമാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അതിനോട് ചാരി നമുക്ക് മുസ്ദലിഫ കാണാൻ കഴിയും. മുസ്ദലിഫ, മിന, ജംറകൾ, ആ വഴിയിലുള്ള കാര്യങ്ങളാണ് ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട കർമ്മങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് നാം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ജബൽ സൗറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഹിജ്റ പോയ സമയത്ത് 3 ദിവസത്തോളം താമസിച്ചിരുന്ന ഗോർ സൗറാണ് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. നാം ഈ സഞ്ചരിക്കുന്ന പാതയിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു മലയാണ് ജബൽ ഖന്തമ എന്ന് പറയുന്ന ഈ പർവ്വതം. അതോടുകൂടെ നാം ചേർത്ത് വെച്ച ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു ഗോപുരമാണ് ലോകത്തെ ഏറ്റവും വലിയ സമയ ഗോപുരം എന്നറിയപ്പെടുന്ന ക്ലോക്ക് ടവർ. ക്ലോക്ക് ടവറിൻ്റെ ഈ 7 ബിൽഡിങ്ങുകൾ ചേർന്നതാണ് ക്ലോക്ക് ടവർ. അതിന് അബ്റജുൽ ബൈത്ത് എന്നാണ് പേരുള്ളത്. അതോടൊപ്പം അപ്പുറത്തുള്ള ചുമപ്പ് കളറിലുള്ള ബിൽഡിങ്ങാണ് അബ്റജുൽ മക്ക എന്നറിയപ്പെടുന്നത്. മസ്ജിദുൽ ഹറം നാം പറഞ്ഞു, അതിൻ്റെ മത്താഫ് ഈ ഓപ്പൺ ആയിട്ടുള്ള ഏരിയയാണ്. ലോകത്തെ ഏറ്റവും വലിയ പള്ളി എന്നതോടൊപ്പം ലോകത്ത് ആദ്യമായി നിർമ്മിക്കപ്പെട്ട പള്ളിയും കൂടിയാണ് മസ്ജിദുൽ ഹറാം. മക്ക മുതൽ മദീന വരെയുള്ള നമ്മുടെ സിയാറത്ത് യാത്രകളിൽ പ്രധാനമായും നാം സഞ്ചരിക്കുന്ന 45ഓളം ഈ പറയപ്പെട്ട കേന്ദ്രങ്ങളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു മിനിയേച്ചർ പ്രോഗ്രാമാണ് ഞങ്ങളുടെ സ്റ്റാള് കൊണ്ട് ദർബുൻ നൂർ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്.